വെൽക്കം ടു ഇൻസ്പയർഡ് PSC. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൈത്രി 2 ആണ്. അപ്പോൾ ഈ അടുത്ത് ന്യൂസ് പേപ്പറുകളിലൊക്കെ ഒരുപാട് തവണ മെൻഷൻ ചെയ്യപ്പെട്ടൊരു പേരാണ് മൈത്രി 2. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ മൈത്രി 2വിൻ്റെ ഗവേഷണ കേന്ദ്രം 2029 സജീവമാകും. അന്റാർട്ടിക്കയിലെ ഗവേഷണ പദ്ധതികളൊക്കെ വികസിപ്പിക്കുകയാണ് മൈത്രി 2വിൻ്റെ ലക്ഷ്യം. ഓൾറെഡി ഒരു മൈത്രി എന്ന് പറഞ്ഞൊരു ഗവേഷണ കേന്ദ്രം നമുക്കുണ്ട്. അപ്പം അത് ഒരുപാട് പഴയതായതിനാലാണ് ഒരു പുതിയൊരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കിഴക്കൻ അന്റാർട്ടിക്കയിലാണ് മൈത്രി 2വിൻ്റെ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക. അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടി ഉൾപ്പെട്ട അംഗരാജ്യങ്ങളുടെ മീറ്റിംഗ്, അതായത് അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്, ഇത് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ വിനോദസഞ്ചാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയരൂപീകരണമാണ് മീറ്റിങ്ങിൽ തീരുമാനിക്കപ്പെടും. കാരണം ഇത് അന്റാർട്ടിക്കയിൽ ഇപ്പം അതായത് റിസർച്ചിനേക്കാളും കൂടുതൽ നടക്കുന്നത് സഞ്ചാരികൾ ഒരുപാട് ഇപ്പം അവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നിയന്ത്രണം ലക്ഷ്യമിട്ടും കൊണ്ടുള്ളൊരു നയരൂപീകരണം, ഒരു പോളിസി തീരുമാനിക്കും. അതായത് അത് മീറ്റിങ്ങിൽ തീരുമാനിക്കും. ഇന്ത്യ 2ാം തവണയാണ് ATCMന് ആതിഥ്യം വഹിക്കുന്നത്. 2007 മുൻപ് ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യയിൽ സമ്മേളനം നടന്നത്. അന്റാർട്ടിക്കയിൽ ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളൊന്ന് നോക്കാം. ഇന്ത്യ 3 സ്ഥിരം ഗവേഷണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. നിലവിൽ മൈത്രി, ഭാരതി ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 1983-84 നിർമ്മിച്ച ദക്ഷിണ ഗംഗോത്രിയാണ് ആദ്യത്തെ സ്ഥിര ഗവേഷണ കേന്ദ്രം. ഇത് 1999 ഡീകമ്മീഷൻ ചെയ്തു. ഐസ് വന്ന് മൂടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ മൈത്രി 1988 മുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള 2ാമത്തെ സ്ഥിരം ഗവേഷണ കേന്ദ്രമാണ്. ഷിർമക്കർ ഒയാസിസ് എന്ന് വിളിക്കപ്പെടുന്ന പാറക്കെട്ടുകളും കുന്നുകളും നിറഞ്ഞൊരു പ്രദേശത്താണ് മൈത്രി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മൈത്രിക്ക് ചുറ്റുമായി ഇന്ത്യ നിർമ്മിച്ച ശുദ്ധജല തടാകമാണ് പ്രിയദർശിനി. ഓർത്ത് വെക്കുക, ഒരു റയർ പോയിന്റ് ആണ് അല്ലേ. മൈത്രിക്ക് ചുറ്റും ഇന്ത്യ നിർമ്മിച്ച ശുദ്ധജല തടാകമാണ് പ്രിയദർശിനി. നെക്സ്റ്റ് ഭാരതി 2012 നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ പുതിയൊരു ഗവേഷണ കേന്ദ്രമായിരുന്നു. കഠിനമായ കാലാവസ്ഥയിലും ഗവേഷകർക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മൈത്രിയിൽ നിന്നും ഏകദേശം 3000 കിലോമീറ്റർ കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് 2008 മുതൽ ആർട്ടിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഹിമാദ്രി. അതുപോലെ ആർട്ടിക് മേഖലയിൽ നമ്മുടെ ഇന്ത്യയുടെ ആർട്ടിക് പര്യവേഷണത്തിനോട് സഹകരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി എന്നതും കൂടെ ഓർത്ത് വെക്കുക. ഇന്ത്യൻ അന്റാർട്ടിക് ആക്ട് 2022 നോക്കാം. ഇതിൻ്റെ ബില്ല്, അതായത് അന്റാർട്ടിക്ക ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2022 ജൂലൈ 22 ലോകസഭ ഇത് പാസ്സാക്കി. 2022 ഓഗസ്റ്റ് 15 രാജ്യസഭ ഇത് പാസ്സാക്കി. അന്റാർട്ടിക്ക ആക്ട് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റ് 6, 2022 അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ട് കൊണ്ടുവന്നത്. അപ്പം ഇന്ത്യ അന്റാർട്ടിക്ക പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം NCPORൻ്റെ കീഴിലുള്ളൊരു ശാസ്ത്ര പര്യവേഷണ പരിപാടിയാണ്. ഗോവ ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന് കീഴിലുള്ളൊരു പ്രോഗ്രാമാണ് ഇന്ത്യ അന്റാർട്ടിക്ക പ്രോഗ്രാം. അപ്പം ഈ NCPOR എന്ന് പറയുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ളൊരു സ്വയംഭരണ സ്ഥാപനമാണ്. NCPOR ആണ് അന്റാർട്ടിക്കയിലെ ഈ റിസർച്ച് സ്റ്റേഷനുകളും എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പം അന്റാർട്ടിക്കയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ പര്യവേഷണം 1981 നടത്തിയപ്പോഴാണ് ഈ NCPOR ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈത്രി 2 റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സാമിന് അതായത് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണിത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു അഗെയിൻ. താങ്ക് യു സോ മച്ച്.